ലോക മുസ്ലിമീങ്ങളെ ഒന്നടങ്കം മുശ്രിക്കും കാഫിറുമാക്കുകയും രക്തം ചിന്തി കൊല ചെയ്യുകയും ചെയ്ത ഖവാരിജുകളുടെ പിന്മുറക്കാര് തന്നെയാണ് വഹാബികൾ എന്ന് ചുഴലിക്കാരൻ മൗലവിയുടെ വാദങ്ങളിലൂടെ വീണ്ടും നമുക്ക് വ്യക്തമാവുകയാണ്. ഈ വഹാബികൾ കാഫിറാക്കുന്നത് മുസ്ലിമിയാണ് മുശ്രിക്കാക്കുന്നത്, നിസ്കരിക്കുന്ന ആളല്ലേ നോക്കാം. ഇല്ല, വല്ലാഹി ഇവർ മുസ്ലിം അല്ല. അവർ നിസ്കരിക്കും. ഇതാ സ്വല്ല വസാമ വസക്ക, നിസ്കരിച്ചാലും ശരി, നോമ്പോറ്റാലും ശരി, സക്കാത്ത് കൊടുത്താലും ശരി, വക്കത്ത് പോയിട്ട് ഹജ്ജ് ചെയ്താലും ശരി, ഇവർ ഷഹാദത്ത് ബാത്തിലാക്കിയവരാണ്. ഇവരെ മുസ്ലിമായിട്ട് പരിഗണിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മഹല്ല് പള്ളികളിൽ കയറി അവിടുത്തെ ഇമാമിനെ തുറന്ന് നിസ്കരിക്കാൻ പറ്റുകയില്ല, തീർച്ചയായിട്ടും പറ്റുകയില്ല. അവർ ശിഹാക്കളാണ്. കുത്തുബത്ത് കഴിക്കുന്ന പള്ളി വല്ലാഹി അമ്പലമാണ്, അതിന് പള്ളി എന്ന് പറയില്ല. അമ്പലത്തിൽ കയറിയിട്ട് നിസ്കരിക്കുന്നതിന് തുല്യമാണ് കുത്തുബത്ത് കഴിക്കുന്ന പള്ളി കയറിയിട്ട് നിസ്കരിക്കുന്നത്. അമ്പലത്തിലെ സാമിനെ തുറന്ന് നിസ്കരിക്കുന്നതിന് തുല്യമാണ് കുത്തുബത്ത് കഴിക്കുന്ന ഉസ്താദിനെ തുറന്ന് നിസ്കരിക്കരുത്. ആ നിസ്കാരം സഹിയാകുകയില്ല തീർച്ച. കാരണം ഇന്നമൽ മുശ്രിക്കൂന നജസ്. കേട്ടല്ലോ, മുസ്ലിമീങ്ങളുടെ പള്ളികൾ അമ്പലങ്ങളാണത്രേ, അതിലുള്ള ഇമാമിങ്ങൾ സ്വാമിമാരും. ഇയാളെപ്പോലെയുള്ള തീവ്രവാദികളുടെ സംസാരം കേട്ട് പടന്നയിൽ നിന്നും കാസർഗോഡിൽ നിന്നും സലഫി കുട്ടികൾ യാത്ര പോയി പലായനം ചെയ്ത് രക്തം ചിന്തിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഇവരെ പോലെ തന്നെയാണ് ഇവരുടെ മുൻഗാമികളായ ഖവാരിജുകളും ചെയ്തത്. മുസ്ലിമീങ്ങളെ ഒന്നടങ്കം മുശ്രിക്കാക്കുകയും അവരുടെ രക്തങ്ങൾ ചിന്തുകയും അറുകൊല ചെയ്യുകയും ചെയ്ത കഥകളാണ് ഇവർക്കുള്ളത്. മഹാനായ ഖബ്ബാബ് റളിയല്ലാഹു അൻഹുയുടെ പ്രിയതമയെ കുത്തിക്കൊന്ന് ഗർഭിണിയായ പ്രിയതമയുടെ വയറ്റിലേക്ക് കടാര കുത്തിക്കയറ്റി ഗർഭസ്ഥ ശിശുവിനെ കൊന്നത് എല്ലാ ചരിത്ര ഗ്രന്ഥങ്ങളിലും കണ്ണീരോടുകൂടെ എഴുതി വെച്ചിട്ടുണ്ട്. മഹാനായ അല്ലാമ ഇബ്നു കസീർ റഹിമഹുല്ലാ അത് വളരെ വിശദമായി അൽ ബിദായത്തു വൻ നിഹായ എന്ന ഗ്രന്ഥത്തിൽ അത് വിവരിക്കുന്നുണ്ട്. 7-ാം വള്ളിത്തിൽ അല്ലാത്ത ഒരുപാട് ഗ്രന്ഥങ്ങളിൽ ഇങ്ങനെയുള്ള കണ്ണീരുള്ള ചരിത്രങ്ങൾ ഇവരുടെ മുൻഗാമികളായ ഖവാരികൾ ചെയ്തു വെച്ചു എങ്കിൽ ഇവിടെ വഹാബികളും ഈ കൊച്ചു കേരളത്തിൽ എത്രയോ അക്രമ പ്രവർത്തനം ചെയ്തിട്ടുണ്ട്. കോഴിക്കോട് മുജാഹിദ് പള്ളിയിൽ ഒറ്റയ്ക്ക് പ്രാർത്ഥന നടത്തിയ സുന്നി യുവാവിന് ക്രൂരമർദ്ദനം. പ്രാർത്ഥനയ്ക്കിടെ പള്ളിയുടെ സംരക്ഷണ ചുമതലയുള്ളയാൾ മർദ്ദിക്കുകയും ചുണ്ടുകൾ കടിച്ചു പൊട്ടിക്കുകയും ചെയ്തെന്നാണ് പരാതി. പള്ളിയിലെത്തുന്ന വിശ്വാസികളെ മർദ്ദിക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്നും പരിശോധിച്ച് നടപടിയെടുക്കുമെന്നും പട്ടാളപ്പള്ളി ഭാരവാഹികൾ പറഞ്ഞു. കോഴിക്കോടുള്ള ബന്ധുവിനെ സന്ദർശിച്ച് കൊച്ചിയിലേക്ക് മടങ്ങുകയായിരുന്നു ഷമൂൺ. പ്രഭാത പ്രാർത്ഥനയ്ക്കായി മാനാഞ്ചിറക്കടുത്തുള്ള പട്ടാളപ്പള്ളിയിൽ കയറി. പെട്ടെന്ന് മടങ്ങേണ്ടതിനാൽ പള്ളിയുടെ അകത്ത് നടന്ന പ്രാർത്ഥനയിൽ പങ്കെടുക്കാതെ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുന്നതിനിടെയായിരുന്നു ആക്രമണം. പള്ളിയുടെ സംരക്ഷണ ചുമതലയുണ്ടായിരുന്നയാൾ ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ചതിനെ ചോദ്യം ചെയ്യുകയും മർദ്ദിക്കുകയും ചെയ്തെന്ന് ഷമൂൺ. ഞാൻ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന സമയത്ത് ഒറ്റയ്ക്ക് നിസ്കരിച്ചു കഴിഞ്ഞു. പിന്നെ അയാൾ വന്നിട്ട് എന്താടോ താൻ ഒറ്റയ്ക്ക് നിസ്കരിച്ചു എന്ന് ചോദിച്ചു. ഇത് പുറത്തുനിന്നല്ല നിസ്കരിക്കേണ്ടെന്നൊക്കെ ചോദിച്ചു. എന്നിട്ട് വന്ന് അടിക്കുക ചെയ്തു. കടിച്ചു. എൻ്റെ ചെറി കടിച്ചു വലിച്ചു. എളുപ്പം എൻ്റെ ചുണ്ട് കടിച്ചു വലിച്ചു. രക്ഷപ്പെടാൻ പള്ളിക്ക് പുറത്തേക്ക് ഓടിയെങ്കിലും മതിലിൽ ചേർത്ത് നിർത്തി മർദ്ദിച്ചു. നിലത്ത് മറിച്ചിട്ട് ചുണ്ടുകൾ കടിച്ചു കീറി. സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഷമൂണിന്റെ ചുണ്ടിൽ 8 തുന്നലുകൾ ഇട്ടിട്ടുണ്ട്. അപരിഷ്കൃതൻ എന്നർത്ഥം വരുന്ന ഖുറാഫി എന്ന് വിളിച്ചായിരുന്നു മർദ്ദനം. നമസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ ഒരാൾ വന്നിട്ട് ഇയാൾ വിളിച്ച് നിങ്ങൾ എന്താ തനിച്ച് നമസ്കരിച്ച്? ഇയാൾ പറഞ്ഞു ഞാൻ യാത്രക്കാരനാണ്, നിങ്ങൾ ഇവിടെ ഖുറാഫാത്ത് ഉണ്ടാക്കാൻ വന്നതാണ്, നിങ്ങൾക്കതാണ് പരിപാടി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വല്ലാത്ത രീതിയിൽ പ്രതികരിച്ചപ്പോൾ ഇയാൾ പറഞ്ഞു അതൊന്നുമല്ല. പക്ഷെ അത് പറയലും പിന്നെ അടിയും കഴിഞ്ഞു. ടൗൺ സ്റ്റേഷനിൽ നൽകിയ പരാതിയിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. മുജാഹിദ് വിഭാഗത്തിന്റെ നിയന്ത്രണത്തിൽ ഉള്ളതാണ് കോഴിക്കോട് പട്ടാളപ്പള്ളി. നരഭോജികളെ നാണിപ്പിക്കുന്ന രൂപത്തിലുള്ള ഇവരുടെ ഈ നവ ഖവാരിജുകളുടെ പ്രവർത്തനങ്ങളും മുന്നേറ്റങ്ങളും വഹാബിസം എന്ന് പറയുന്ന വിഷവിത്തിൽ നിന്നാണ് ഉണ്ടായത്. ഇതിന്റെ പിന്നിലുള്ള ചാലകശക്തി വഹാബിസമാണ്. വഹാബിസവും സലഫിസവും അപകടമാണ്. ഇവരെ ഇങ്ങനെ ആക്കി മാറ്റുന്നതിൽ ഈ അബ്ദുള്ള മൗലവിയെ പോലെയുള്ള ചുഴലിക്കാരൻ മൗലവിയെ പോലെയുള്ള ആളുകളുടെ പങ്ക് ചെറുതൊന്നുമല്ല. നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ കുട്ടികൾ നിങ്ങൾ വഹാബികളാക്കരുത്, സലഫികളാക്കരുത്. മനുഷ്യന്റെ മാംസം പച്ചക്ക് ഭക്ഷിക്കുന്ന തീവ്രവാദികളാക്കരുത്. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ കുത്തിക്കൊന്ന ഖവാരിജുകളുടെ പിന്മുറക്കാരാക്കരുത്.